നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഡിസ്കൗണ്ട് സെയിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വളരെ മെഗാ ക്ലിയറൻസ് സെയിലാണ്. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനാണ്, നല്ല രീതിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആവുമ്പോൾ എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ കരക്കാന്നിരിക്കും, ഇന്നിച്ചിരി കട്ടി കുറവുണ്ടായിരിക്കും കേട്ടോ. എന്നാലും ഞാനൊരു കാര്യം പറയുക, നിങ്ങൾ ഈ വീഡിയോ സാരി ആണെങ്കിലും എന്നാണെങ്കിലും നമ്മളൊരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളൊരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്ത് നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്ത് ട്രയൽ ചെയ്ത് തുണിയൊക്കെ പിടിച്ച് നോക്കി അങ്ങനെയല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആ വീഡിയോ മൊത്തത്തോടൊന്ന് കാണാനുള്ള സമയം എടുത്ത് കണ്ടിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. കാരണം ഈ ബ്ലൗസിൻ്റെ വീഡിയോയ്ക്കകത്ത് വേറൊന്നുമല്ല, നമ്മൾ 1000 ആവർത്തി പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും ചോദിക്കുന്നു. ഇതിൻ്റെ ഡബിൾ എക്സൽ ആണോ, ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ. അതേ ഇങ്ങനെ തുരുതരാ ഓർഡർ വരുമ്പോൾ നമുക്കതൊരു മറുപടി പറയാനും പറ്റത്തില്ല, അവർക്കൊരു മുഷിച്ചിലുമാകും. എന്ന് പറഞ്ഞ പോലെ തന്നെ റിഡക്ഷൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും നിങ്ങളത് കേട്ട് മനസ്സിലാക്കണം. അയ്യോ റിഡക്ഷൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഉദാസീനത കാണിക്കരുത്. കാശ് നിങ്ങളുടെ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഇത് കെട്ടുപോലും പൊട്ടിക്കാത്ത സാരികളാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് ക്ലിയറൻസ് സെയിലിൽ കൊടുക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി ഇതുവരെ ഇതിപ്പോൾ പാർട്ട് 4 ആണെന്ന് തോന്നുന്നു ക്ലിയറൻസ് സെയിലിൻ്റെ പറഞ്ഞു. അതായത് നമുക്ക് ഓൺലൈനും കാര്യങ്ങളൊക്കെ ഉള്ളൂ, നമ്മൾ ബണ്ടിൽ കണക്കിനാണ് സാധനം ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡിമാൻഡുള്ള സാധനങ്ങൾ റീസ്റ്റോക്ക് കൊണ്ടുവരും. അങ്ങനെ റീസ്റ്റോക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കണക്കൂട്ടലുകൾ ചിലപ്പോൾ 1ഉം 2ഉം എണ്ണമൊക്കെ ബണ്ടിലൊക്കെ മിച്ചം വരും. അങ്ങനെ വന്നതാണ് ഇയർ എൻഡിങ് ക്ലിയറൻസ് സെയിലായിട്ട് കാണിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പലരും സ്ഥിരമായിട്ട് ഓൺലൈൻ കാണുന്നവർ ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ടുള്ളത് കണ്ടിട്ട് കാണും. എൻ്റെ മുക്കാലെണ്ണം ഓൺലൈനിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. 800 രൂപയും 900 രൂപ 890 രൂപ 790 രൂപ ആ റേറ്റിലുള്ള സാധനങ്ങളാണ് ഇത് പലതും. അപ്പം ഇതിന് ഒരു കാരണവശാലും റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഇല്ല. ഇത് കാരണം നമ്മൾ കിട്ടിയതിനെ കഴിഞ്ഞും വില കുറച്ചും 50% പോലും വില ഇതില്ലാതെയും ആണ് റിഡക്ഷൻ ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലിൽ ഇനി ഒരു റിഡക്ഷൻ സെയിലില്ല. പിന്നെ ഇതിന് ഈ കാണിക്കുന്നതിനെല്ലാം ഓരോ പീസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് റിഡക്ഷൻ ആയിട്ട് വന്നത്. സിംഗിൾ പീസസ് മാത്രമേ ഉള്ളൂ. ഈ സാരിക്ക് ഈ ഒരു പീസേ ഉള്ളൂ. അതായത് ഈ സാരി പർച്ചേസ് ചെയ്യുന്നയാൾക്ക് സാധാരണഗതിക്ക് ഓൺലൈൻ കാണിക്കുമ്പോൾ വേറെ സാരി ആയിരിക്കും നിങ്ങൾക്ക് തന്നെ, ഞാനിവിടെ കാണിക്കുന്ന സാമ്പിൾ ആയിരിക്കില്ല, പക്ഷേ ഈ സാരി തന്നെ ആയിരിക്കും അയാൾക്ക് കിട്ടുന്നത്. അപ്പം വേറൊരു സാരിയും കൂടെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് പിടിച്ചിരിക്കരുത്, ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല, ഒരു കാരണവശാലും ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ വ്യക്തമായിട്ട് കാണുക, എന്നിട്ട് അന്നേരം തന്നെ ക്യാഷ് അടച്ച് ബുക്ക് ചെയ്യുക. നിങ്ങൾ എൻക്വയറി നടത്തുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ അപ്പോൾ തന്നെ ക്യാഷ് അടച്ച് ബുക്ക് ചെയ്യുക. ഹോൾഡ് ചെയ്യാത്തതിൻ്റെ പേര് പിണങ്ങരുത് കേട്ടോ. ഒത്തിരി പേരൊന്ന് പരിഭവിക്കുക, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ സ്ഥിരം എടുക്കുന്നവർക്ക് എന്നെ കുറച്ച് ഇതൊക്കെ ചെയ്തു തരണ്ടേ എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആരാന്ന് പോലും നോക്കത്തില്ല. സ്ഥിരം എടുക്കുന്നവരാണോ പഴയ കസ്റ്റമറാണോ ഒന്നും ഈ ബാക്കിലേക്ക് ചാറ്റ് നോക്കാറേ ഇല്ല. അങ്ങനെ പറ്റത്തില്ല, അത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് സാരി. ഇതൊരു ഹാൻഡ്ലൂം സിൽക്ക് എന്നുള്ള ഒരു ഇതിലാണ് വരുന്നത്. ഹാൻഡ്ലൂം സിൽക്ക് എന്ന് ഞാൻ പറയുന്നത് സെമി സിൽക്ക് ഒരു എന്തോ ഒരു എന്നെ ഇപ്പോഴത്തെ ഞാൻ പറയുന്നത് സ്റ്റഫ് പറയാൻ നമുക്കങ്ങനെ പറ്റത്തില്ല. ഇങ്ങനെ 6 ആഗ് പ്രിന്റ് വരുന്ന ഇൻഡിഗോയുടെ, നിങ്ങൾ ഇത് ഇൻഡിഗോയ്ക്ക് അറിയാമല്ലോ, എവർഗ്രീൻ ആയിട്ടുള്ള കളറാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. ആർക്കും അത് ഇഷ്ടമില്ലാതെ ഇത് വരത്തില്ല. ഭയങ്കര ഹിറ്റായിട്ടുള്ള ഭയങ്കര റേറ്റുള്ള ഒരു കളറ്, അതായത് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇതിനൊരു വൈറ്റ് ബ്ലൗസും കൂടി ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്, ഒത്തിരി നല്ലതാണ്. ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ മറ്റേതെന്നൊക്കെ പറഞ്ഞ് ഇതിനകത്തൊക്കെ ഇൻഡിഗോ വരുമ്പോൾ നമ്മൾ ഒത്തിരി കെയർഫുള്ളാണ്. ഇത് അത്ര കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം റഫ് യൂസ് ഒക്കെ ചെയ്യുകയും ചെയ്യാം. ഇതാണ് അതിൻ്റെ മുന്താണി കണ്ടോ. ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്നറിയാം, ഈ സാരി തന്നെയാണ് സെയിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒത്തിരി പൊട്ടിച്ച് നാശോടാലി ആക്കി കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. ഇതുണ്ടോ, ഇതാണ് മുന്താണി. ഇനി ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ, ഇതാണ് ബ്ലൗസ്. നിങ്ങൾക്ക് ഈ ബ്ലൗസ് ഇടണമെങ്കിൽ ഈ ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ നിങ്ങളുണ്ടല്ലോ വൈറ്റ് ബ്ലൗസ് ഇടാം. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോബയുടെ ഒക്കെ വൈറ്റ് ബ്ലൗസ് ഇടാം. ഇപ്പം എല്ലായിടത്തും പനിയൊക്കെ അല്ലേ, എല്ലായിടത്തും പനിയും, പിള്ളേർക്കും ഒക്കെ ഒത്തിരി പനി. എനിക്കും പനിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ്റെ ഇതായിട്ടേ ഒരു സുഖമില്ല. അതുകൊണ്ട് നല്ലൊരു പ്രിൻ്റ് അല്ലേ. ഇതിൻ്റെ വിവിധ പ്രിൻ്റുകളാണ് കാണിക്കുന്നത്. ഇൻഡിഗോയുടെ എന്താണ് വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് ഇതിൻ്റെ ഇത്
അടുത്ത ഡിസൈനാണ് ഇത്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇതൊക്കെ വൻ ഡിമാൻഡുള്ള സാരി കേട്ടോ. അതാ ഇതുമാത്രം റീസ്റ്റോക്ക് ഇതിന് വരുന്നു. വൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണിക്കേണ്ട താമസം അതുപോലെയാണ്. അങ്ങനെ വന്ന് പിന്നെ കുറേ ആയി കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നമുക്ക് ബുക്കിംഗ് എടുക്കാനൊക്കെ അസൗകര്യങ്ങൾ വരുമ്പം പോകുന്നതാണ് ഇത് ബുക്കിംഗ് എടുക്കാതെ. അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞാൽ അല്ലാതെ കാണിച്ചാൽ പോലും പോകുന്ന സാരിയാണ്. ഇൻഡിഗോ കളർ. ഈ സ്റ്റഫ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെമി സിൽക്കി മെറ്റീരിയലിനെ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇത് കറക്റ്റ് ഒരു സ്റ്റഫ് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. ഒരു കോട്ടൺ അല്ല, ഒട്ടും കോട്ടൺ എന്ന് പറയാനേ പറ്റത്തില്ല. സിൽക്ക് പോലെ ഒഴുകി പോകത്തില്ല. പക്ഷെ തൊടുമ്പോൾ ഇങ്ങനെ കോട്ടനെ തൊടുന്ന പോലെ തന്നെയാണ്. പക്ഷെ എനിക്കറിയാം ഇത് കോട്ടൺ അല്ലെന്ന് തോന്നുന്നു. ഒരു സിൽക്കി കോട്ടയല്ല സിൽക്കി ആയിട്ടുള്ള കോട്ടൻ്റെ ഒരു മെറ്റീരിയൽ. കോട്ടൺ അല്ല, അത് പ്യൂർ കോട്ടൺ അല്ല ഒരു കാരണവശാലും. പിന്നെ എന്താന്ന് പറഞ്ഞാലും ഒരു സിൽക്കിൻ്റെ ഒരു ഇതുണ്ട്, അംശമുണ്ട്. അടുത്തത് ഡിസൈന്. ബ്ലൗസ് എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അടുത്തത് ഇത് ഈ സാരി വേറൊരു സാരി മാത്രം 2 ഉണ്ടെന്ന് തോന്നുന്നു. 6 ആകും. ബാക്കി എല്ലാം ഓരോ പീസേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ വില 480 475 ആ ഒരു റേറ്റ് കേട്ടോ. അതിന് 790 ആ ഒരു റേറ്റ് വിറ്റിരുന്ന സാരികളാണ്. അത് പറയാറില്ല. ഇത് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ 490 500 അതിൽ താഴെയുള്ള വിലയുള്ളൂ. അത്രയും രൂപ നിങ്ങൾ മുടക്കിയാൽ എത്ര വർത്തായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉറപ്പായിട്ടും. എനിക്കങ്ങനെ പറയുന്നതിനകത്ത് ഒരു കോൺഫിഡൻസ് കുറവുമില്ല. ഇത് കുറച്ചും കൂടെ സോഫ്റ്റാണ്. ഒരു ഗ്രേ ഷെയ്ഡ്, ഗ്രേയും ബ്ലാക്കും കൂടെ കൂടിയുള്ള ഒരു ഷെയ്ഡ്. എന്താ മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇത് കുറച്ചും കൂടെ ഒരു സോഫ്റ്റാണ്. എന്താ മുമ്പ് കാണിച്ച ഇൻഡിഗോയുടെ സ്റ്റഫല്ല, കുറച്ചും കൂടെ സോഫ്റ്റാണ്. കനവും കുറവാണ്, പക്ഷെ ഒട്ടും സീത്രൂ അല്ല. നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും റഫ് യൂസിനാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ റഫ് യൂസ് എന്ന് പറയുമ്പോൾ ചാടിക്കറി എന്നാ പറയുക, വാഷിംഗ് മെഷീനകത്തൊന്നും കഴുകുമോ കല്ലേലിട്ട് കഴുകുമോ ഒന്നും ചെയ്യരുത്. ഷാമ്പൂവിനകത്തൊക്കെ മുക്കി ചെറുതായിട്ട് കെയർഫുള്ളായിട്ടൊന്ന് അതൊന്നും ചെയ്തെടുത്താൽ മതി. അടുത്തത് വേറൊരു സ്റ്റഫ്. ഇതും ഒരു സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അടുത്തത് ഇതും ഈ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റി സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇത് സ്റ്റഫ് കറക്റ്റ് കിട്ടുന്നുണ്ടോ? എന്താണ് വന്നിട്ട് ഇങ്ങനെ ഡെയിലി യൂസിന് നല്ലതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഒരു സാരി ഫോൾ. ഇത് പ്ലെയിൻ ആണ്. ഇതിൻ്റെ കളറില്ലേ കോഫി കളറാണ്. കോഫി അല്ല, ചോക്ലേറ്റ് ഒക്കെ ഒരു ഷെയ്ഡ്. ഈ സാരിക്ക് എല്ലാം ഇല്ലേ, നിങ്ങൾ സാരി ഫോൾ വാങ്ങിക്കുമ്പോൾ സാരി ഫോളും കൂടെ ഒന്ന് വെക്കും. ബ്ലൗസ് വയ്ക്കാൻ കൊടുക്കുമ്പോൾ സാരി ഫോളും കൂടെ വെക്കണം. എന്നിട്ടൊന്ന് എടുത്ത് നോക്കിയേ. അപ്പം വിലക്കഴിഞ്ഞൊക്കെ എത്രയോ ഇരട്ടി മതിപ്പുണ്ടാവും എന്നുള്ളത്. എന്നിട്ട് നല്ല ഞൊറിഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നല്ല, സാരി ഫോൾ വെച്ചില്ലെങ്കിൽ വെച്ചാൽ വേറൊരു ഭംഗിയല്ലേ, അതുകൊണ്ടാണ്. പിന്നെ നിൽക്കുകയും ചെയ്യും കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യും. ഒരു ഗ്രീനാണ്, ഇത് ഗ്രീനിന് എന്തുകൊണ്ട് ഒരു ഷെയ്ഡാട്ടോ, ഗ്രീനിന് വേണേൽ പറയാം. ഗ്രീനും ടീൽ ബ്ലൂ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഡൈ ചെയ്തേക്കുന്ന ഒരു സാധനം. ഇതടുത്ത ഇത് അതിൻ്റെ തന്നെ ഒരു ചോക്ലേറ്റ് കളറ്. അതിപ്പോൾ ചോക്ലേറ്റ് ആയിരുന്നു, ഇത് ചോക്ലേറ്റ് ആവുമോ? ഇത് ബ്രിക്കിൻ്റെ ഒക്കെ ഒരു കളർ പോലെ അല്ലേ? ബ്രിക്കൊന്നും അങ്ങനെ കറക്റ്റ് കളർ, തവിട്ട കളറൊന്നും അറിയില്ല. അടയ്ക്കാടെയൊക്കെ എന്തോ ഒരു അങ്ങനെ ഒരു സാമ്യം, കൃത്യ കളർ പറയാൻ പറ്റത്തില്ല. ഇത് ബോട്ടിൽ ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. കുറേ കൂടെ സാരി കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് ഓഫർ സെയിലായിട്ട്. പക്ഷേ ഇല്ലേ, എനിക്ക് ശാരീരികമായി അത്ര ഒക്കെ അല്ലാത്തത് കൊണ്ട് ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഇന്നും കൂടെ അതുപോലെ ഇന്ന് ഓഫർ സെയിലിൻ്റെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് നോക്കിയിരിക്കുമെന്ന് എനിക്കറിയാം. നമ്മളാരെയും നോക്കി ഇരുത്തിപ്പിച്ചിട്ട് അത് കൊടുത്തില്ല. എനിക്ക് ഭയങ്കര വിഷമമാണ്, സത്യം ഞാൻ പറയാം. അത് ഇപ്പോൾ പിള്ളേരാണെങ്കിലും ഒരു സാധനം വേണമെന്ന് പറയും, നമ്മൾ അത് കൊണ്ടില്ല എന്ന് പറയും. വാക്ക് പറഞ്ഞാൽ വാക്കഴിയും. ഇതില്ലേ മുന്തിരി കളർ, തനി മുന്തിരി കളറ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ്ലൂം കോട്ടൺ അല്ല,
ഹാൻഡ്ലൂം സിൽക്ക് എന്ന് പറഞ്ഞാണ് ഇത്തേ വരുന്നത്. ഹാൻഡ്ലൂം കോട്ടൺ അല്ല, ഹാൻഡ്ലൂം സിൽക്ക് എന്ന് പറഞ്ഞാണ് ഇത്തൽ പ്രിന്റ് ചെയ്ത് വരുന്നത്. അതാണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അത്ര ഷുവർട്ടി ഇല്ല. ഏതായാലും അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇത് വരും മുന്താടി. നല്ലൊരു മുന്തിരി കളർ കേട്ടോ. നല്ല സാരിയാണ്. ആർക്കും നല്ല കളറൊക്കെ തോന്നിക്കുന്ന സാരിയാണ്. കളറുള്ളവർക്കും കളറില്ലാത്തവർക്കും ഒക്കെ കളർ തോന്നിക്കുന്ന സാരിയാണ്. ഇതിന് മറ്റതിനെ അപേക്ഷിച്ചിട്ട് കൂടെ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോൾ അതിന് ശരിക്കും നോർമൽ റേറ്റും കൂടുതലാണ്. ഇപ്പോൾ കാണിച്ച സാരിയുടെ തന്നെ ഹാൻഡ്ലൂം സിൽക്ക് എന്ന് പറയുന്ന സാരിയുടെ തന്നെ ഞാൻ 100% ഹാൻഡ്ലൂം സിൽക്കാന്ന് പറയുന്നില്ല കേട്ടോ. ഇത് പ്രിന്റ് ചെയ്ത് വരുന്ന ഹാൻഡ്ലൂം സിൽക്ക് എന്നാണ്. എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഒരു നെറ്റ് കോട്ടയുടെ ഒക്കെ പോലെ തോന്നിക്കും ചില എപ്പോഴും ഒക്കെ, പക്ഷെ നെറ്റായിട്ട് തോന്നുന്നില്ല. സ്റ്റഫ് നല്ല സോഫ്റ്റ് ആയിട്ടോ, നല്ല ഒതുങ്ങിയിരിക്കുന്നത്, ശരീരത്തോട്ട് നല്ല ഒതുങ്ങിയായിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പല ലെയറല്ലേ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു തവിട്ട കളറ്. ഇത് വരും ബ്ലൗസ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ശരിക്കും നെറ്റ്കോട്ട പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ സ്റ്റഫ് കണ്ടിട്ട്. പക്ഷെ നെറ്റ്കോട്ട ഉണ്ട് കേട്ടോ, ഉറപ്പായിട്ടും അല്ല. നെറ്റ്കോട്ട ഈ റേറ്റിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ റേറ്റ് എടുത്താൽ പോലും ആ റേറ്റിൽ നെറ്റ്കോട്ട വരവ് കുറവാണ്. അടുത്ത ഇത് മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു ഷെയ്ഡ്. സഫയർ ഗ്രീനോ സഫയർ ബ്ലൂ അങ്ങനെ ഒരു ഷെയ്ഡ്. കാണിക്കണം ഇട്ടിട്ട്. അത് ആ മെറ്റീരിയൽ സ്റ്റഫ് വ്യത്യാസമുണ്ട്. ഇച്ചിരി കൂടെ റേറ്റ് കൂടുതലുണ്ട്. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ടുള്ളൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഓൺലൈനിൽ കാണിച്ചൊക്കെ. ഒത്തിരി പേർക്ക് ഡെയിലി പോകുന്നവർക്ക് ഒത്തിരി പേർക്ക് ഇത് ഇഷ്ടമായിരുന്നു. വേണമെന്നും പറഞ്ഞോട്ടെ. നല്ലതാണ് ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ വിയർ ചെയ്താൽ നല്ല രസമാണ്. ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു സ്റ്റഡോ, നല്ല മുഴുത്ത ഒരു സ്റ്റഡോ. ഓഫീസിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇച്ചിരി ഭയങ്കര പാർട്ടിക്ക് പോകുന്ന പോലെ പോകാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യമൊക്കെ നീറ്റായിട്ട് പോകാമല്ലോ. നീറ്റായിട്ട് പോകണം. എവിടെ പോയാലും നല്ല നീറ്റായിട്ട് പോകണം. അതിനകത്ത് കുറേ പട്ടും പൊന്നും പുടവേ ഒന്നും ഇപ്പോൾ പൊന്നിനൊന്നും ഒരു വലിയ ഇതൊന്നും ഇല്ലല്ലോ ഇപ്പോഴും. വന്നാലും അല്ലേ ഈ പണ്ടത്തെ പോലെ ഒത്തിരി സ്വർണ്ണം എനിക്കറിയത്തില്ല. അതിനായിരുന്നു കേട്ടോ. സ്വർണ്ണം ഒന്നും അങ്ങനെ ഇടുന്നവർ ഉണ്ടോ? എന്തായിരിക്കും, ഓരോ ഏറിയ വ്യത്യാസമാണ്. ചില സ്ഥലങ്ങളിൽ സ്വർണത്തിന് ഇപ്പോഴും നല്ല ഡിമാൻഡാണ്. ഇത് വേറണമേ. ഇതെല്ലാം സ്റ്റഫ് ഏകദേശം സെയിം ആണ് കേട്ടോ. ഒരു സോഫ്റ്റി സിൽക്കി എന്ന് പറയാം. അല്ലാതെ കൃത്യമായിട്ടൊരു സ്റ്റഫ് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അത് അങ്ങനെയാണ് വരുന്നത്. ഇത് വരും മുന്താണി വരുമ്പോൾ. ബ്ലൗസ് ഇത് മുന്തിരി കളർ കേട്ടോ, ഡാർക്ക് മുന്തിരി കളർ. ഇനി അതിൻ്റെ തന്നെ 4 കളറും കൂടി ഉണ്ട്. മസ്റ്റാർഡിൻ്റെ ഒരു ഷെയ്ഡ്. 5-6 സാരിക്ക് വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ. ഇങ്ങനെ ഓഫീസില്ല വാങ്ങിക്കുന്ന ബുക്ക് ചെയ്തു. പക്ഷെ നിങ്ങൾ അന്നേരം തന്നെ വാങ്ങിക്കണം. പിന്നെ ഒരു ക്യാൻസലേഷൻ ഇല്ല. അത് വേറൊരു ഇത് പറയുന്നത്. തവിട്ട കളർ കേട്ടോ. തവിട്ട കളർ അല്ലല്ലേ, മസ്റ്റാർഡിൻ്റെ ഒക്കെ ഒരു വേറെ എന്തോ ഒരു ഷെയ്ഡ്. ഇത് കൃത്യം ഇന്ന കളറൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതാ. ഇത് ബോട്ടിൽ ഗ്രീൻ. ബോട്ടിൽ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള കളർ. ആഷ്, ഡാർക്ക് ആഷ്. എന്താ സോഫ്റ്റ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ്. ഇതുണ്ടോ ഇതെങ്ങനെ ഇരിക്കുന്നതാണ് ഭയങ്കര. ഇത് കണ്ടോ നല്ല സോഫ്റ്റാണ്. എന്നും കൊണ്ട് ഒഴുക്കൻ സാരി അല്ല. ഇച്ചിരി സിൽക്കി ആയതുകൊണ്ട് ഒഴുകി പോകുന്ന പോലെ തോന്നും. നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. മെറൂൺ. ബ്ലൗസ് എല്ലാത്തിനും പ്ലെയിൻ ആണ്. ഞാൻ എല്ലാത്തിനും ബ്ലൗസ് കാണിച്ചില്ല. മെറൂണ് ബ്ലൗസ് വരുന്നുണ്ട്. ഈ ഡാർക്ക് മെറൂൺ ബ്ലൗസ് ഉണ്ട്. അതിൻ്റെ ആ സ്റ്റഫേ നോക്കാം. അതൊരു സിൽക്കിയുടെ ഒരു ഫീല് തോന്നുന്നില്ലേ.
അത് തന്നെ ബ്ലൗസൊക്കെ തയ്ച്ചിടും കേട്ടോ, വേറെ ബ്ലൗസ് ഇടാൻ പോകുന്നത്. അപ്പോൾ സാരി ആയാലും നമ്മൾ ആ ഏത് ഇപ്പോൾ 100 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനത്തെ ആണെങ്കിലും ഓരോ വീട്ടിലും ചെല്ലുമ്പം കാണാം അല്ലേ, 100 സാധനത്തിന്. മനുഷ്യൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ, വില കാശ് ഒത്തിരി ഉള്ളവർക്ക് വില കിട്ടും. പലയിടത്തും ചെല്ലുമ്പോൾ കാശ്, അതായത് അപ്പിയറൻസിന് ഒത്തിരി കാര്യങ്ങളുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ കുറഞ്ഞ സാരി ആണെങ്കിലും കൂടിയ സാരി ആണെങ്കിലും 10,000-ൻ്റെ ആണെങ്കിലും 50,000-ൻ്റെ ആണെങ്കിലും കാഞ്ചീപുരം ആണെങ്കിലും നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന രീതിയുടെ അനുസരിച്ചിരിക്കും. ഏത് സാരി എടുത്താലും അത് വലിച്ചു വാരിയിട്ട് ഏതാണ്ടൊരു ചുളുങ്ങി പറഞ്ഞ ബ്ലൗസും ഒക്കെ ഇട്ട് യാതൊരു വിധത്തിലും മാച്ചിങ് അല്ലാത്ത ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ എത്ര രൂപയുടെ സാരി ആണെങ്കിലും അത് പിന്നെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു തോന്നൽ കാണും, ഓ ഞാൻ ഇത്രയും കൂടിയ സാരി ഉടുത്തിരിക്കുന്നതെന്ന്. പക്ഷെ കാണുന്നവർക്കൊരു ചന്തം തോന്നില്ല. അതേസമയം കുറേ സാരി ആണെങ്കിൽ അതിനെ നല്ലപോലെ ഒരു സാരി ഫോളൊക്കെ വെച്ചിട്ട് നല്ല ബീഡ്സൊക്കെ ഇട്ട് ചേരുന്നൊരു നല്ല രീതിക്ക് ബ്ലൗസൊക്കെ തയ്ച്ച് ചേരുന്ന ഒരു ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും ജോലിക്കൊക്കെ പോകുന്നവർക്ക് നല്ലതാണ്. ഒത്തിരി പൈസ മുടക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കേ നല്ലതാണ്. അപ്പോൾ ഹോൾഡിംഗ് ഇല്ല, ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല, ക്യാൻസലേഷൻ ഇല്ല. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ അതവിടെ ഹോൾഡ് ചെയ്തോ ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും എടുത്തോളാം, അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആവശ്യമുള്ള ഒരു 10 പേരെ മാറ്റി നിർത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. അതിന് പിറ്റേ ദിവസം വന്നിച്ച് എനിക്കത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റെന്തെങ്കിലും സാങ്കേതിക കാരണമാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല. പിന്നെ റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. ഞാനിങ്ങനെ പറയുമ്പോൾ ഇഷ്ടപ്പെട്ട് തരാത്തവർ ചിലരെങ്കിലും കാണും. ആരും ഇത് പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ, ഒരാൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഷിപ്പിംഗ് ഫ്രീ അല്ല, നമുക്ക് അങ്ങനത്തെ സംഭവമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു ഷിപ്പിംഗ് ഫ്രീ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. പലരുടെയും വിചാരം ഈ ഷിപ്പിംഗ് ചാർജ് അല്ലെങ്കിൽ കൊറിയർ ചാർജൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതല്ല. ഈ പോസ്റ്റ് ഓഫീസ് നടത്തുന്നതും കൊറിയർ കമ്പനി നടത്തുന്നതും ബിസിനസ്സാണ്. അവർ ചുമ്മാ സേവനത്തിന് ഇരിക്കുന്നതല്ല. സർക്കാരിന് പൈസ വേണം, അല്ലെങ്കിൽ DTDC അല്ലെ പോലെ കൊറിയർ കമ്പനിക്ക് അവർക്ക് ലാഭം വേണം. അവർ സൗജന്യമായിട്ട് വിദ്യയുടെ ഇസബെല്ലായിരുന്ന സാധനം എടുത്ത് തിരുവനന്തപുരത്തോ കാസർഗോഡോ പഞ്ചാബിലോ ആന്ധ്രാപ്രദേശിലോ ഒന്നും എത്തിക്കത്തില്ല. അവർക്ക് അതിൻ്റെതായ പൈസ കൊടുക്കണം. അപ്പോൾ ചിലരൊക്കെ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കും ഇങ്ങനെ പറയുന്ന കേട്ടതോ നമ്മൾ ഏതാണ്ട് വാങ്ങിക്കുന്നത്. ഇതെല്ലാത്തിനും ഇപ്പോൾ 5 എണ്ണം എടുത്താൽ ഇത്ര റേറ്റ് എന്നല്ല, 5 എണ്ണത്തിൻ്റെ വെയിറ്റും ഡിസ്റ്റൻസും അനുസരിച്ചാണ് അവർ റേറ്റ് ഇടുന്നത്. അവരിടുന്ന റേറ്റാണ് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഓൾറെഡി ഡിസ്കൗണ്ടിൽ കൊടുത്ത സാധനം അല്ലെങ്കിൽ അല്ലാതെ തന്നെ കൊടുത്ത സാധനം നമുക്ക് പിന്നെ ഒരു ഇതും കൂടെ കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഒരിടത്തും ഇല്ല. നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നത് മാത്രം, അത് എത്രയെന്ന് പറഞ്ഞാലും ഇല്ല. സത്യമായിട്ടുള്ള കാര്യം. ആർക്കും ഫ്രീ കൊടുക്കുന്നില്ല. ഫ്രീ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ട് വീഡിയോ കാണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ചുമ്മാ എടുത്തൊക്കെ ഫ്രീ കൊടുത്താൽ പോരെ കടയിരിക്കുന്നവർക്ക്. ഫ്രീ ഒന്നുമില്ല, എല്ലാവരും ബിസിനസ് അല്ലേ നടത്തുന്നത്, അവർക്ക് ലാഭം വേണം. അപ്പോൾ ലാഭം ഇല്ലാതെ കൊടുക്കുന്ന സാധനത്തിന് പിന്നെയും നമുക്ക് ഫ്രീ അതിനകത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇരുന്ന് ആർക്കും ഇല്ലാതെ പോകുന്നതിലും നല്ലത് നമുക്ക് നമുക്ക് മുടക്കിയ ക്യാഷെങ്കിലും വരും. ക്യാഷ് ഫ്ലോ ബിസിനസ് അല്ലേ, അതുകൊണ്ടാട്ടോ ഞാൻ വിശദമായിട്ട് പറയുന്നതൊക്കെ. പലരും തെറ്റിദ്ധാരണകൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് മുഴുവൻ ഇങ്ങനെ എടുത്ത് സ്ക്രോൾ ചെയ്ത് ഞാൻ നോക്കും. ഈ ഓർഡർ വന്നേക്കുന്നേ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ കിടന്ന് തർക്കിക്കുന്നതാണ്. നമ്മളിവിടുന്ന് വിട്ടിട്ട് പോകും. കാരണം എന്താ വെച്ചാൽ വേറെ 10 പേര് അത് വാങ്ങിക്കാൻ നിൽക്കുന്നതാണ്. അവരോട് സംസാരിച്ചാൽ മതിയല്ലോ എന്നൊക്കെ. കാര്യം കൊച്ചാക്കേണ്ടിയിട്ടല്ല, സാഹചര്യവും സമയവും കൊണ്ടാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.